നെഹ്റുവിൻ സാമ്പത്തിക നയമാണ് ഞങ്ങൾ നടപ്പിലാക്കാൻ പോകുന്നത് എന്നാണ് വി ഡി സതീശൻ പറഞ്ഞത്. നെഹ്റുവിൻ സാമ്പത്തിക ശാസ്ത്രത്തിന്റെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള കാര്യം പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ സംരക്ഷണമാണ്, രൂപീകരണമാണ്. ഞാൻ ക്ഷേത്രം പണിയാൻ പോകുന്നു എന്ന്, അമ്പലം നിർമ്മിക്കാൻ പോവുകയാണ് എന്ന് ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റു പറഞ്ഞപ്പോൾ പലരും കരുതി എന്തൊരു കഥ, ഭൗതികവാദിയായ ഒരു രാഷ്ട്രീയ നേതാവാണ് ജവഹർലാൽ നെഹ്റു. ചരിത്രപരമായ ഭൗതികവാദത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് ഗ്രന്ഥരചന നടത്തിയ ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചരിത്ര പണ്ഡിതനാണ്, ചരിത്ര രചയിതാവാണ് യഥാർത്ഥത്തിൽ ജവഹർലാൽ നെഹ്റു. ആ ജവഹർലാൽ നെഹ്റു അമ്പലം പണിയുകയാണോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം വളരെ ലളിതമായിട്ട് പറഞ്ഞു, ഞാൻ പണിയുന്ന ക്ഷേത്രങ്ങൾ, അമ്പലങ്ങൾ ആരാധനയ്ക്ക് വേണ്ടിയുള്ളതല്ല, അത് പൊതുമേഖലാ സ്ഥാപനങ്ങളാണ്. ആ പൊതുമേഖലാ സ്ഥാപനങ്ങൾക്ക് വേണ്ടിയിട്ട് തൻ്റെ അധികാരവും പദവിയും തൻ്റെ ശേഷിയും കഴിവും ഉപയോഗിച്ച ഏറ്റവും പ്രമുഖനായ രാഷ്ട്രീയ നേതാവാണ്, ചരിത്രകാരനാണ്, പണ്ഡിതനാണ് ജവഹർലാൽ നെഹ്റു. ഈ നെഹ്റുവിൻ്റെ പേരുപയോഗിച്ചുകൊണ്ടാണ് വി ഡി സതീശൻ ഞങ്ങൾ ഇടതുപക്ഷമാണ് എന്നും നെഹ്റുവിയൻ സംവിധാനമാണ് ഞങ്ങൾ കൈകാര്യം ചെയ്യുന്നത് എന്നും പറഞ്ഞത്. എന്താ ധവളപത്രം വന്നപ്പോൾ മനസ്സിലായത്? പൊതുമേഖലാ സ്ഥാപനങ്ങൾ മുഴുവൻ പൂട്ടിക്കുക, വിൽക്കുക. ഇപ്പോൾ പൊതുമേഖലാ സ്ഥാപനങ്ങൾ ലോകത്തിൻ്റെ മുമ്പിൽ തന്നെ ഉയർത്തിക്കൊണ്ടുവരാൻ ഏറ്റവും ശക്തമായ നിലപാട് സ്വീകരിച്ച ജവഹർലാൽ നെഹ്റുവിൻ്റെ പേരുപയോഗിച്ചിട്ട് ധവളപത്രം വരുമ്പോൾ അത് പൂർണ്ണമായും അവസാനിപ്പിച്ച് പൊതുമേഖലാ സ്ഥാപനങ്ങളെ വിൽക്കാനും പൊതുമേഖലാ സ്ഥാപനങ്ങളെ പൂട്ടാനും നിലപാട് സ്വീകരിക്കുന്നു. അത് എങ്ങനെയാണ് യോജിച്ചു പോവുക എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇതോടൊപ്പം തന്നെയാണ് സ്വകാര്യവൽക്കരണം. ഇപ്പോൾ സ്വകാര്യവൽക്കരണ അജണ്ട ഇന്നിപ്പോൾ മുന്നോട്ടേക്ക് വെച്ചിരിക്കുന്നു. നമ്മുടെ കേരളത്തിൻ്റെ തീരം മുഴുവൻ വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്നു എന്നിപ്പോഴും മനസ്സിലായി. ഞാൻ നേരത്തെ തുറമുഖത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ആ വകുപ്പ് തന്നെ മുഖ്യമന്ത്രി ഏറ്റെടുത്തപ്പോൾ നേരത്തെ പറഞ്ഞ മംഗലാപുരം യാത്ര ഉൾപ്പെടെയുള്ള കാര്യങ്ങളും വരാൻ പോകുന്ന സന്ദർഭങ്ങളിൽ കരിമണൽ ഉൾപ്പെടെ കൈക്കലാക്കാൻ വേണ്ടി നടത്തുന്ന ലോകത്തിൻ്റെ മുമ്പിലുള്ള കോർപ്പറേറ്റ് ശ്രമവും എല്ലാം കൃത്യമായിട്ട് മനസ്സിലാക്കുമ്പോഴാണ് നമുക്ക് ഇതിൻ്റെ ആക്കം മനസ്സിലാക്കാനാകുക. ഒരു നെഹ്റുവിയൻ സിദ്ധാന്തവും ഇല്ല, തികഞ്ഞ തീവ്ര വലതുപക്ഷ നിലപാടാണ്. ഈ കഴിഞ്ഞ 3 ആഴ്ചത്തെ പ്രവർത്തനങ്ങൾ പരിശോധിച്ചാൽ നമുക്ക് ശരിയായ രീതിയിൽ മനസ്സിലാക്കാനും വിലയിരുത്താനും സാധിക്കും. അപ്പോൾ എല്ലാ മേഖലയിലും സ്വകാര്യവൽക്കരണം ഇവിടെ പ്രഖ്യാപിച്ചിരിക്കുകയാണ്.